ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡിമാൻഡ് കർവ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്താണ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇതേപോലെ സ്ലോപ്പ് ആവാനുള്ള റീസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ആറാമത്തെ റീസൺ, സിക്സ്ത് റീസൺ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സൈക്കോളജി ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഈ സൈക്കോളജി ഓഫ് പീപ്പിളിനെ എന്തെന്ന് പറയും? പ്രൈസ് എഫക്ട് എന്നും പറയും. പ്രൈസ് എഫക്ട് എന്ന് പറയും. ആർക്കെങ്കിലും കത്തിയോ ഇതെന്താ സംഭവം എന്നുള്ളത്? പ്രൈസ് എഫക്ട്. നമ്മുടെ എല്ലാ ഹ്യൂമൻ ബീങ്സിന്റെ, എല്ലാ മനുഷ്യരുടെയും ഒരു കാര്യം എന്താണ്? നമ്മൾ എവിടെ ഡിസ്കൗണ്ട് കണ്ടാലും നമ്മൾ അത് ആദ്യം പർച്ചേസ് ചെയ്യും, അല്ലേ? അപ്പോ നമ്മുടെ സൈക്കോളജി എന്താ? ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് കുറയുവാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടും, അല്ലെ? അതിനുള്ള ഡിമാൻഡ്, അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസ് അവിടെ കൂടാണ് ചെയ്യുന്നത്. സോ സൈക്കോളജി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പ്രൈസ് എഫക്ട് എന്ന് പറയുന്നത് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞാൽ കൺസ്യൂമേഴ്സ് അത് പർച്ചേസ് ചെയ്യും എന്നതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. പ്രൈസ് കൂടിയാലോ ആ കൊമോഡിറ്റി പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ കുറയ്ക്കും, അല്ലെ? ഇപ്പൊ വെളിച്ചെണ്ണ, അല്ലെ? വെളിച്ചെണ്ണ ഒരു 350 ഉള്ള വെളിച്ചെണ്ണയുടെ ഒരു പാക്കറ്റ് അതൊരു 180 റുപ്പീസിന് ഡിസ്കൗണ്ടഡ് ആണ് ഒരു സൂപ്പർ മാർക്കറ്റില്. നമ്മൾ എന്ത് ചെയ്യും? അവിടെ അടിയായിരിക്കും, അല്ലെ? അവിടെ ഫുൾ തിരക്കായിരിക്കും ആ ഒരു വെളിച്ചെണ്ണ വാങ്ങിക്കാനായിട്ട്. കാരണം അത്രയും നമുക്ക് ഉപയോഗമുള്ള ഒരു സാധനമാണ് ഓയിൽ, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിന് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ആ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് അതിനുള്ള ഡിമാൻഡ് കൂട്ടുകയും ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും, അല്ലെ? പക്ഷെ ആ ഒരു 350 ഉള്ള വെളിച്ചെണ്ണ പെട്ടെന്ന് ചില എക്കണോമിക് റീസൺസ് കൊണ്ട് ഒരു 400 എബോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെളിച്ചെണ്ണയുടെ ഉപയോഗം അവിടെ കുറയ്ക്കും, അല്ലെ? വെളിച്ചെണ്ണ കൊണ്ട് പൊരിച്ചതും വറുത്തതും ഒക്കെ കുറച്ച് നമ്മൾ ഒതുങ്ങി കുറച്ച് നാൾ ജീവിക്കും, അല്ലെ? അപ്പൊ ആ ഒരു നമ്മുടെ സൈക്കോളജി ആണ് ഇവിടെ പറയുന്നത്, സൈക്കോളജി ഓഫ് പീപ്പിൾ. അതിനെ തന്നെയാണ് വേറൊരു പേരിൽ പ്രൈസ് എഫക്ട് എന്ന് പറയുന്നത് കേട്ടോ. മറക്കരുത്, പ്രൈസ് എഫക്ട്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.